ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതെന്താ മോളെ കളികൾ വഴികൾ പദ്ധതികൾ എന്നൊക്കെ പറയുന്നേ? ഈ മനസ്സിലാകുന്ന ഭാഷയിലൊന്നും പ്രകാശം പറയുന്നില്ലല്ലോ. ഒരു വീട് വെച്ചതിന്റെ പിന്നില് സർവത്ര ദുരൂഹതകളാമ്മേ. കുറിപ്പ് ആവശ്യപ്പെട്ടപ്പോ ചെക്ക് ഒപ്പിട്ട് കൊടുക്കേണ്ടി വന്നില്ലേ? അമ്മയെ പോലും ആ കാര്യത്തിൽ ഒഴിവാക്കിയില്ല. ഇനി എന്തൊക്കെയാ അതിന്റെ പ്രത്യാഘാതങ്ങളെന്ന് അറിയില്ല. അച്ഛനമ്മമാരോടും കുടുംബാംഗങ്ങളോടൊപ്പം വാടക വീട്ടിലെ താമസം തന്നെ മതിയായിരുന്നു. പുതിയ വീട്ടില് എന്തൊക്കെ ദുരന്തങ്ങളാ കാത്തിരിക്കുന്നതെന്ന് ഒരു രൂപവും ഇല്ലമ്മേ. വായി നോക്കിയിരിക്കാതെ വല്ലതും പഠിക്കാൻ നോക്കടാ. നിന്റെ അച്ഛൻ എന്നകത്തു പോകുന്ന അറിയില്ല. അതുകൊണ്ട് നിന്റെ ഭാവി ജീവിതത്തിനുള്ള വഴി നീ ഇപ്പോഴേ നോക്കിയാ കൊള്ളാം. മോൻ വിഷമിക്കാതെ, എല്ലാം ശരിയാവും. പ്രാർത്ഥിച്ചാ മതി കേട്ടോ. ദേ ഇത് നോക്കി ഇതുപോലെ എഴുതുമോനെ. ഹലോ, ആരാ? കുറുപ്പാ. മനസ്സിലായില്ല, ആരാന്നാ പറഞ്ഞ? XMLA കുറുപ്പാടോ? ഓ സാർ, SP വിളിച്ചിരുന്നു. സാറ് വിളിക്കുമെന്ന് പറഞ്ഞിരുന്നു. വിളിച്ചിരുന്നല്ലേ? ഡിഗ്രി കാലം തൊട്ടേ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ആളിപ്പോ കൺഫേർഡ് IPS കിട്ടി തിളങ്ങി നിൽക്കുകയല്ലേ. പക്ഷേ പഴയ ചങ്ങാത്തം വിട്ടിട്ടില്ല. അല്ലെങ്കിലും ഞങ്ങൾ രാഷ്ട്രീയക്കാരും നിങ്ങൾ പോലീസുകാരും ഒക്കെ ആയിട്ട് ഒരു പരസ്പര ധാരണയോടുകൂടി പോകേണ്ടവരാണല്ലോ. അല്ല, SP വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? സാറേ, സാറ് പറയുന്ന ആവശ്യം എന്താണെന്ന് വെച്ചാ അത് ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. അതെ, അത് സാറിന് അത്ര വലിയ റിസ്ക് ഒന്നും ഉണ്ടാവുന്ന കാര്യമൊന്നുമല്ല. ഒരു ചെറിയ കാര്യം. സാറ്, ഇതെന്തെങ്കിലും പ്രശ്നമാവൂ? ഒന്നുമില്ലടോ. എന്തെങ്കിലും വന്നാൽ തന്നെ ഇവിടെ ഞാനും തന്റെ SP ഒക്കെ ഉണ്ടല്ലോ. ഞാൻ ചെയ്യാം സാർ. ഗുഡ്. പുലിമടയിലേക്ക് കയറി വന്നാ പിന്നെ പപ്പും പൂടയും മാത്രമേ അവശേഷിക്കാൻ പാടുള്ളൂ. കുറുപ്പിനോടാ കളി. എന്താ വന്നിനെ? എന്തെങ്കിലും വയ്യായികയുണ്ടോ? ഏയ്, ഒന്നുമില്ല ചേച്ചി. അച്ഛനും അമ്മയും കുറിച്ച് ആലോചിച്ചിട്ടാണോ? അതൊന്നുമല്ല. എന്റെ ഉള്ളില് എന്തോ ഒരു ഭയം, എന്തോ ആപത്ത് വരാൻ പോകുന്നത് പോലെ. എന്താ വന്ദന ഇത്? എന്താ ആപത്ത് വരാൻ? വരാനുള്ളതെല്ലാം വന്നു കഴിഞ്ഞില്ലേ? ദേ, നീ വെറുതെ ഓരോന്ന് ആലോചിച്ചു കൂട്ടുന്നതിന്റെയാ.
വന്ദനെ, വിക്രത്തിന്റെ സഹായത്തിൽ ജഗൻ ബിസിനസ് ചെയ്യുന്നതിലാണ് നിന്റെ ഇപ്പോഴത്തെ ടെൻഷൻ എന്ന് എനിക്കറിയാം. വിക്രം പാവുവാ. അല്ലെങ്കിൽ കൂടപ്പറപ്പിനെ നഷ്ടപ്പെട്ടതിൽ നമുക്ക് പോലും ഇല്ലാത്ത സങ്കടമാ വിക്രമിന്. ഇപ്പോഴും വർഷം മരിച്ചിട്ടില്ലെന്നും പറഞ്ഞ് അവളെ തേടി അലയുന്ന വിക്രം നമ്മളെ ചതിക്കുമെന്നാണോ നീ വിശ്വസിച്ചിരിക്കുന്നേ? അതൊരിക്കലും ഇല്ല വന്ദനെ. ബിസിനസ്സിൽ വിക്രം ജഗനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് വർഷയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാ. ചേച്ചി, ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം. അപ്പോഴെങ്കിലും മനസ്സിന്റെ ഈ ആവലാതി ഒന്ന് മാറിയാലോ? ശരി വന്ദനെ, അത് നല്ലതാ. ഒന്നുമല്ലേലും മനസ്സൊന്ന് ശാന്തമാകുമല്ലോ. ഇവളെന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഒന്നുമല്ലേലും ജഗനിപ്പോ ഒരു വരുമാനം ഉണ്ടല്ലോ, മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലേ താനും. സതീഷേട്ടനാണല്ലോ. ഹലോ, ഹേ സതീഷേട്ടൻ വന്നോ? ഒരാഴ്ച ലീവോ? അമ്മയുണ്ടോ? ശരി. അതെ, ഞാനിപ്പോ ഇവിടെ കുറച്ച് പണിയില്ല. സതീഷേട്ടൻ പോകുന്നതിന് മുമ്പേ വരാൻ നോക്കാം. ശരി. അയ്യോ, എനിക്ക് ഇപ്പോഴാ ടെൻഷൻ തുടങ്ങിയത്. സതീഷേട്ടൻ വന്നു ഒരാഴ്ച ഉണ്ടത്രേ. ഓ എന്റെ ദൈവമേ, ആ തള്ള സഹിക്കുന്ന കാര്യമാ പാട്.